വായനശാല അവതരിപ്പിക്കുന്ന നാട്ടു ബാലറ്റ് 2020യിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡുകൾ പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു എന്നാണ് പ്രതികരണങ്ങളിൽ നിന്നും അറിയാൻ സാധിച്ചത്. വളരെയധികം സന്തോഷം. വിവിധ വാർഡുകളിലായി മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ നിലപാടുകൾ, കാഴ്ചപ്പാടുകൾ അവർ ജനങ്ങൾക്ക് മുൻപിൽ തുറന്നു പറയുകയാണ്. തിട്ടപ്പെടുത്തിയ ചോദ്യാവലിയുടെ അടിസ്ഥാനത്തിലാണ് ഓരോ സ്ഥാനാർത്ഥിയും നിങ്ങളോട് സംവദിക്കുന്നത്. ജ്ഞാനോദയം വായനശാല അവതരിപ്പിക്കുന്ന നാട്ടു ബാലറ്റ് 2020യിലേക്ക് ഏവർക്കും സ്വാഗതം. പതിനഞ്ചാം വാർഡിലേക്ക് കടക്കാം. കടലുണ്ടി ഭാഗത്ത് 7, 13, 14, 16, 18 വാർഡുകളുടെ സമീപത്തായി സ്ഥിതി ചെയ്യുന്ന വാർഡാണ് 15-ാം വാർഡ്. ആകെ 1313 വോട്ടർമാരിൽ 638 പുരുഷന്മാരും 675 സ്ത്രീകളുമാണ് 15-ാം വാർഡിലുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആകെ പോൾ ചെയ്തത് 1065 വോട്ടുകളാണ്. LDF സ്ഥാനാർത്ഥിയായി ദിനചന്ദ്രൻ KT-യും UDF സ്ഥാനാർത്ഥിയായി ശശി തറയിലും NDA സ്ഥാനാർത്ഥിയായി സുരേന്ദ്രനുമാണ് മത്സര രംഗത്തുണ്ടായിരുന്നത്. LDF സ്ഥാനാർത്ഥി ദിനചന്ദ്രന് 489 വോട്ടുകൾ ലഭിച്ചു. NDA സ്ഥാനാർത്ഥിക്ക് 386 വോട്ടുകൾ ലഭിച്ചു. 103 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ LDF സ്ഥാനാർത്ഥി വിജയിച്ചു. UDFന് കിട്ടിയത് 190 വോട്ടുകളാണ്. സ്ഥാനാർത്ഥികളെ പരിചയപ്പെടാം. 15-ാം വാർഡ് LDF സ്ഥാനാർത്ഥി സുഷമ T, CPIM കടലുണ്ടി വില്ലേജ് ബ്രാഞ്ച് അംഗം, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ മേഖല ജോയിന്റ് സെക്രട്ടറി, കേരള കർഷക സംഘം മേഖല ട്രഷറർ, മണ്ണൂർ കൃഷ്ണ UP സ്കൂൾ PTA വൈസ് പ്രസിഡന്റ്, CB ഹയർ സെക്കൻഡറി സ്കൂൾ PTA കമ്മിറ്റി അംഗം, ഏകത റെസിഡൻസ് അസോസിയേഷൻ കമ്മിറ്റി അംഗം, 25ഓളം പേർ അംഗമായ ബൈ വുമൺസ് എന്ന സ്ത്രീകളുടെ തൊഴിൽ സംരംഭത്തിന്റെ മുഖ്യ സംഘാടകയും സെക്രട്ടറിയും തുടങ്ങി രാഷ്ട്രീയ, വിദ്യാഭ്യാസ, സാംസ്കാരിക മേഖലകളിൽ സജീവം. പതിനഞ്ചാം വാർഡ് UDF സ്ഥാനാർത്ഥി ശാരദ ടീച്ചർ, ശ്രീദേവി AUP സ്കൂൾ, അൽഹുദ വനിതാ കോളേജ് എന്നിവിടങ്ങളിൽ അധ്യാപികയായി സേവനം അനുഷ്ഠിച്ചു. പ്രമോട്ടർ കോഴിക്കോട് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ കടലുണ്ടി ഗ്രാമപഞ്ചായത്തിൽ ഏകത റെസിഡൻസ് എക്സിക്യൂട്ടീവ് അംഗം, കരുണയിൽ കുടുംബശ്രീ അംഗം, ജവഹർ ജനന്ത്രി മുൻ സെക്രട്ടറി തുടങ്ങി പൊതുരംഗത്ത് നിറസാന്നിധ്യം. 15-ാം വാർഡ് NDA സ്ഥാനാർത്ഥി അനുഷ നിഖിൽ, BCom ബിരുദധാരിയാണ്. BMS തൊഴിലാളി ഇടച്ചിറ യൂണിയൻ സെക്രട്ടറി, ശ്രീശക്തി വനിതാ സ്വയം സഹായ സംഘത്തിന്റെ പ്രസിഡന്റ്, മഹിളാ മോർച്ച 15-ാം വാർഡ് കമ്മിറ്റി സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്നു. സ്ഥാനാർത്ഥികൾക്കായുള്ള ചോദ്യാവലി. ചോദ്യം 1. ഗ്രാമപഞ്ചായത്ത് അംഗമെന്ന നിലയിൽ തിരഞ്ഞെടുക്കപ്പെട്ടാൽ വാർഡിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പ്രധാന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഈ തിരഞ്ഞെടുപ്പിൽ താങ്കൾ പ്രതിനിധാനം ചെയ്യുന്ന മുഖ്യ തിരഞ്ഞെടുപ്പ് വിഷയം എന്താണ്? ഇക്കഴിഞ്ഞ 5 വർഷക്കാലം വാർഡിലെ വികസന രംഗത്തുള്ള ഇടപെടലുകളെപ്പറ്റി താങ്കളുടെ അഭിപ്രായം. പൊതുപ്രവർത്തന രംഗത്ത് താങ്കളുടെ വ്യക്തിപരമായ മുൻകാല പ്രവർത്തനങ്ങൾ ഈ തിരഞ്ഞെടുപ്പിൽ താങ്കളുടെ വിജയത്തിന് എത്രമാത്രം സഹായിക്കും? നമസ്കാരം, ഞാൻ സുഷമ T, കടലുണ്ടി ഗ്രാമപഞ്ചായത്തിൽ 15-ാം വാർഡിലെ LDF സ്ഥാനാർത്ഥിയായി ജനവിധി നേടുകയാണ്. എൻ്റെ ചിഹ്നം ചുറ്റിക അരിവാൾ നക്ഷത്രമാണ്. ആദ്യമായി തന്നെ ജ്ഞാനോദയം വായനശാലയ്ക്കും സമം YouTube ചാനലിനും ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചതിന് എൻ്റെ ആശംസകൾ അറിയിക്കുന്നു. ഞാൻ വാർഡിൻ്റെ മെമ്പറായി തിരഞ്ഞെടുക്കുന്ന പക്ഷം സമഗ്ര പുരോഗതിക്ക് വേണ്ടിയുള്ള കർമ്മ പദ്ധതി തയ്യാറാക്കി മുൻഗണനാ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കും. പഞ്ചായത്ത് മുഖാന്തരം നടപ്പിലാക്കുന്നതും പഞ്ചായത്ത് ആവിഷ്കരിക്കുന്നതുമായ എല്ലാ പദ്ധതികളും 15-ാം വാർഡിൽ നടപ്പിലാക്കും. വാർഡിൻ്റെ വികസനത്തിനാവശ്യമായ ഫണ്ട് വിഹിതം കൃത്യമായ ഇടപെടലുകളിലൂടെ നടപ്പിലാക്കും. വ്യക്തിഗത ആനുകൂല്യങ്ങൾ അർഹതപ്പെട്ട എല്ലാവർക്കും ലഭിക്കുമെന്ന് ഉറപ്പാക്കുന്നു. രാഷ്ട്രീയ പരിഗണനയോ സ്വജനപക്ഷപാതമോ ഇല്ലാതെ എല്ലാവരെയും തുല്യരായി പരിഗണിക്കും. നിലവിൽ വാർഡിൻ്റെ മുക്കിലും മൂലയിലും വാഹന ഗതാഗത സൗകര്യമുണ്ട്. പഞ്ചായത്തിൻ്റെ എല്ലാ റോഡുകളും ഹൈടെക് ആക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം നടന്നു വരികയാണ്. അതനുസരിച്ച്
വാർഡിലെ എല്ലാ റോഡുകളും വൃത്തിയും വെടുപ്പുമുള്ളതാക്കുകയും കൃത്യമായി പരിപാലിക്കുകയും ചെയ്യും. പരമാവധി റോഡിൽ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുകയും നിലവിലുള്ളത് കൃത്യമായി പരിപാലിക്കുകയും ചെയ്യും. നിർമ്മാണം തുടങ്ങിവെച്ച റെയിലോര റോഡും സ്റ്റേഡിയം കർത്തങ്ങാട്ട് റോഡും പൂർത്തീകരിക്കും. വാർഡിലെ ഭൂരിഭാഗം കുട്ടികളും പഠിക്കുന്ന മണ്ണൂർ കൃഷ്ണയ IUP സ്കൂളിലെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും പഠന നിലവാരം ഉയർത്തുന്നതിനും പരിശ്രമിക്കും. കുട്ടികളുടെ കഴിവുകൾ കണ്ടെത്തുന്നതിനും വളർത്തിയെടുക്കുന്നതിനും ആവശ്യമായ പരിശീലന പരിപാടികൾ ആവിഷ്കരിക്കും. നമ്മുടെ വാർഡിലെ യുവതീ-യുവാക്കൾക്ക് ജോലി ലഭിക്കുന്നതിനും ഉന്നത വിദ്യാഭ്യാസത്തിനും വേണ്ട കരിയർ ഗൈഡൻസ് സെന്റർ ആരംഭിക്കും. കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ആളുകളിലെ വായനാശീലം വളർത്തുകയും ചെയ്യും. വാർഡിൽ സ്ഥിതി ചെയ്യുന്ന വില്ലേജ് ഓഫീസ് സ്മാർട്ട് വില്ലേജ് ഓഫീസ് ആക്കാനും അതേപോലെ തന്നെ വാർഡിൽ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് പകൽ വീട് യാഥാർത്ഥ്യമാക്കാനും പരിശ്രമിക്കും. കിടപ്പ് രോഗികളുടെയും ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവരെയും പ്രത്യേകമായി പരിഗണിക്കുകയും കുട്ടികളുടെയും പ്രായമായവരുടെയും സംരക്ഷണം ഉറപ്പാക്കുകയും ചെയ്യും. വാർഡിൽ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുകയും ഓരോ വീട്ടിലും അടുക്കളത്തോട്ടം ഉണ്ടാക്കുന്നതിനുള്ള പദ്ധതി ആവിഷ്കരിക്കുകയും ചെയ്യും. കോഴി വളർത്തൽ, പശു വളർത്തൽ എന്നിവയിലൂടെ പാൽ, മുട്ട എന്നിങ്ങനെ സ്ത്രീകൾക്ക് കൂട്ടായ്മയിലൂടെ ഒരു വരുമാന മാർഗവും ലഭ്യമാക്കും. ഈ തിരഞ്ഞെടുപ്പിൽ ഞാൻ കാണുന്ന മുഖ്യ വിഷയം സാമൂഹിക വികസനവും സാമൂഹിക മൈത്രിയുമാണ്. കഴിഞ്ഞ 5 വർഷക്കാലം നമ്മുടെ പ്രിയപ്പെട്ട വാർഡ് മെമ്പർ ദിനചന്ദ്രേട്ടൻ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളും കൃത്യമായ ആസൂത്രണം ചെയ്ത് പൂർണ്ണതയിലെത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും കുറച്ച് പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനുണ്ട്. അത് നിങ്ങളേവരുടെയും സഹായത്തോടെ ഞാൻ പൂർത്തീകരിക്കാൻ ശ്രമിക്കുന്നതാണ്. 15ാം വാർഡിൽ എൻ്റെ മുൻകാല ഇടപെടലുകൾ ഈ തിരഞ്ഞെടുപ്പിൽ എനിക്ക് മുതൽക്കൂട്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 7 വർഷത്തോളം മണ്ണൂർ കൃഷ്ണയ IUP സ്കൂളിലെ PTA കമ്മിറ്റി അംഗവും PTA വൈസ് പ്രസിഡൻ്റായിട്ടും അതേപോലെ തന്നെ ഇപ്പോൾ CBHSലെ PTA കമ്മിറ്റി അംഗമായും പ്രവർത്തിക്കുന്നതുകൊണ്ട് ആയിരക്കണക്കിന് രക്ഷിതാക്കളുമായി എനിക്ക് നല്ല ബന്ധം പുലർത്താനായി. കൂടാതെ കർഷക സംഘം, ബാലസംഘം, മഹിളാ അസോസിയേഷൻ എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുക വഴി എനിക്ക് സ്ത്രീകളുടെയും കുട്ടികളുടെയും പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതെനിക്ക് വോട്ടായി മാറുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ ചിഹ്നമായ ചുറ്റിക അരിവാൾ നക്ഷത്രത്തിൽ എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം, ഞാൻ ശാരദ. കല്ലുണ്ടി ഗ്രാമപഞ്ചായത്തിലെ 15ാം വാർഡിൽ നിന്നും UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ ജനവിധി തേടുകയാണ്. ആദ്യമായി ഈ പ്രാദേശിക തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ എനിക്ക് ഇങ്ങനെയൊരു അവസരം ഒരുക്കിത്തന്ന ജ്ഞാനോദയം വായനശാല പ്രവർത്തകർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. 15ാം വാർഡിൻ്റെ സമഗ്ര വികസനവും പുരോഗതിയുമാണ് ഞാൻ ലക്ഷ്യമിടുന്നത്. വാർഡിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ കുടിവെള്ളം, ശുചീകരണം, തെരുവിളക്കുകൾ, വിദ്യാഭ്യാസ, ആരോഗ്യ പ്രശ്നങ്ങൾ മുൻകൂട്ടി കണ്ടുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കും. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ സർക്കാർ ആനുകൂല്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ച് അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തും. കഴിഞ്ഞ 5 വർഷക്കാലത്തെ വാർഡിൻ്റെ വികസനം വിലയിരുത്തുമ്പോൾ ചില ഭാഗികമായ പോരായ്മകൾ, താഴെ മുള്ളമ്പലം പോലെയുള്ള പ്രദേശങ്ങളിലെ തോടുകളിലെ വെള്ളം ഒഴിഞ്ഞു പോകാനാവാത്ത അവസ്ഥ, മാത്രമല്ല ഉപ്പുവെള്ളം കയറൽ, മാലിന്യ നിർമ്മാർജ്ജനം, സ്ട്രീറ്റ് ലൈറ്റുകളുടെ അഭാവം, നടവഴികൾ റോഡാക്കൽ എന്നിവ നടപ്പിൽ വരുത്തും. 2011-16 കാലയളവിൽ കോഴിക്കോട് ബ്ലോക്കിന് കീഴിൽ SC വകുപ്പിൻ്റെ SC പ്രൊമോട്ടറായിട്ട് ഞാൻ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഈ കാലയളവിൽ ജനങ്ങളിലേക്ക് അവർക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ എത്തിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. 100ഓളം വീടുകൾ, 180ഓളം വീട് റിപ്പയറുകൾ, 200ഓളം ശൗചാലയങ്ങൾ, വിവാഹ ധനസഹായം, മിശ്ര വിവാഹ ധനസഹായം, വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങൾ, വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ, വായ്പ, അതായത് സ്വയം തൊഴിൽ വായ്പ എന്നിങ്ങനെയുള്ള പദ്ധതികൾ ജനങ്ങളിലേക്ക് വളരെ എളുപ്പത്തിൽ എത്തിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. കൂടാതെ വടക്കോടിത്തറ കോളനിയുടെ സമഗ്ര വികസനത്തിൻ്റെ ഭാഗമായി 1 കോടി രൂപ ഫണ്ട് വെച്ച് കുടിവെള്ള പദ്ധതിയും റോഡ് നിർമ്മാണവും നടപ്പിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ഇത്തരം പ്രവൃത്തി പരിചയത്തിൻ്റെ വെളിച്ചത്തിൽ
നമ്മുടെ വാർഡിലെ എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും, അതായത് ജാതി മതഭേദമന്യേ എല്ലാ വിഭാഗം ആളുകളിലേക്കും സർക്കാർ ആനുകൂല്യങ്ങൾ എത്തിച്ചു നൽകുകയും അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുകയും ചെയ്യുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ രംഗത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നത്. ആയതിനാൽ ഇത്തവണ എനിക്കൊരു അവസരമെന്നോണം നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ എൻ്റെ ചിഹ്നമായ ഓട്ടോറിക്ഷ അടയാളത്തിൽ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമേ എന്ന് വിനയത്തിൻ്റെ ഭാഷയിൽ ഞാൻ അഭ്യർത്ഥിക്കുന്നു. നന്ദി. നമസ്തേ, ഞാൻ അനുഷ നിഖിൽ, കടലുണ്ടി ഗ്രാമപഞ്ചായത്തിൽ 15-ാം വാർഡിൽ NDA സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നു. ആദ്യമേ തന്നെ ഈ ജ്ഞാനോദയം വായനശാല സമം യൂട്യൂബ് ചാനലിലെ അണിയറ പ്രവർത്തകർക്ക് ഞാൻ ആശംസ രേഖപ്പെടുത്തുന്നു. ഇങ്ങനെ ഒരു വേദി ഒരുക്കി തന്നതിനും നന്ദി രേഖപ്പെടുത്തുന്നു. അടിസ്ഥാന വികസനമാണ് വാർഡിലെ പ്രധാന വിഷയം. നമ്മുടെ ഈ വാർഡിൽ ഇത്രയും വർഷമായി പൂർത്തീകരിക്കാത്ത ഒരുപാട് റോഡുകളുണ്ട്. അതിനൊരു ഉദാഹരണമാണ് മാമ്പയിൽ മംഗലശ്ശേരി റോഡ്. കൂടാതെ കൃഷ്ണ UP സ്റ്റേഡിയം റോഡ്. ഇത് പുരാതന കാലത്ത് തന്നെയുള്ള ഒരു ഇടവഴിയാണ്. ഇപ്പോഴും ആ ഇടവഴി അങ്ങനെ തന്നെ കിടക്കുകയാണ്. അതിനൊരു മാറ്റം വരുത്താനായിട്ട് ജനങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അതിനായി അവിടെ ഒരു റോഡ് പണിയാൻ വേണ്ടിയിട്ട് ഞാൻ പരിശ്രമിക്കുന്നതായിരിക്കും. കൂടാതെ താഴെ മുള്ളമ്പലം, നോക്കടപ്പറമ്പ്, കൊടുമുടിപ്പറമ്പ് എന്നീ സ്ഥലങ്ങളിലെ റോഡ് പൂർത്തീകരണത്തിനായി സമീപവാസികളുടെ സഹകരണത്തോട് കൂടിയിട്ട് ഞാൻ പരിശ്രമിക്കുന്നതായിരിക്കും. നമ്മുടെ വാർഡിൽ ഒരുപാട് പോക്കറ്റ് റോഡുകളും ഇടവഴികളുമാണുള്ളത്. അവിടെയെല്ലാം സന്ധ്യയ്ക്ക് ശേഷം കാൽനടയായിട്ട് യാത്ര നടക്കുന്നവർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അടുത്ത വീടുകളിലെ വെളിച്ചം മാത്രമാണ് അവർക്കൊരാശ്രയമായിട്ടുള്ളത്. അതിനൊരു മാറ്റം വരുത്താനായിട്ട് തെരുവ് വിളക്കുകൾ സ്ഥാപിക്കാനും ഞാൻ പരിശ്രമിക്കും. വേനൽക്കാലത്ത് സേവാഭാരതിയുടെ കുടിവെള്ളത്തിന് വേണ്ടി മാത്രം കാത്തിരിക്കുന്ന ഒരുപാട് കുടുംബാംഗങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അവർക്കെല്ലാം തന്നെ പ്രധാനമന്ത്രിയുടെ ജൽജീവൻ പദ്ധതി പ്രകാരം ഓരോ വീട്ടിലും കുടിവെള്ള പദ്ധതി നടപ്പിലാക്കാനുള്ള പരിശ്രമം ഞാൻ ചെയ്യുന്നതാണ്. ഇപ്പോഴും ഷെഡുകളിൽ താമസിക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ നമ്മുടെ വാർഡിലുണ്ട്. അവർക്കെല്ലാം തന്നെ വീടെന്ന ഒരു സ്വപ്നം സാധിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പഞ്ചായത്തിൻ്റെ ഭവന പദ്ധതിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പദ്ധതി വഴിയോ അവർക്കെല്ലാം വീടെന്ന സ്വപ്നം ഞാൻ സാധിച്ചു കൊടുക്കും. അതിനായിട്ട് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വികസന പ്രവർത്തനങ്ങൾ ജനപങ്കാളിത്തത്തോടു കൂടി ഉറപ്പുവരുത്താനായിട്ട് നമ്മളെല്ലാവരും ഒരു 50 വീട് കേന്ദ്രീകരിച്ച് ഹൗസ് കോഡ് രൂപീകരിക്കുന്നതാണ്. ജനോപകാരപ്രദമായിട്ടുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് ക്ഷേമ പദ്ധതികൾ ഇന്ന് നിലവിലുണ്ട്. അതെല്ലാം തന്നെ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. അതിനായിട്ട് ഞാൻ പ്രയത്നിക്കുന്നതായിരിക്കും. ഉദാഹരണമായിട്ട് കർഷകർക്ക് ലഭിക്കുന്ന 6000 രൂപയുടെ കിസാൻ സമ്മാൻ പദ്ധതി, പെൺകുട്ടികളുടെ ഭാവി സുരക്ഷയ്ക്കായിട്ടുള്ള സുകന്യ സമൃദ്ധി യോജന, പിന്നെ അതുപോലെ സാധാരണക്കാർക്കുള്ള വിവിധതരം പെൻഷനുകൾ, ഇൻഷുറൻസ് തുടങ്ങിയവയെല്ലാം അവർക്ക് ഞാൻ എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. ഈ വാർഡിലെ ഏത് വികസന പ്രവർത്തനത്തിനും ഒരു രാഷ്ട്രീയവും നോക്കാതെ ഏത് സമയവും നമ്മുടെ പാർട്ടി എന്നും ജനങ്ങളുടെ കൂടെ ഉണ്ടായിട്ടുണ്ട്. 3 വർഷം മുമ്പ് 45ഓളം അംഗങ്ങളെ ചേർത്ത് നമ്മുടെ ഈ വാർഡിൽ ഒരു വനിതാ സ്വാശ്രയ സംഘം രൂപീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രധാന പ്രവർത്തകയാണ് ഞാൻ. അതോടുകൂടി കടലുണ്ടി പഞ്ചായത്തിലെ BMS ആഭരണ നിർമ്മാണ യൂണിറ്റിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ടും പ്രവർത്തിക്കുന്നുണ്ട്. അതിനാൽ തന്നെ കഴിഞ്ഞ 2 പ്രളയ സമയത്തും കോവിഡ് കാലത്തും ദുരിതം അനുഭവിക്കുന്നവർക്ക് ഭക്ഷ്യക്കിറ്റുകളും വസ്ത്രങ്ങൾ, മരുന്ന്, കിടക്ക, അതുപോലെ പാത്രങ്ങൾ എല്ലാം തന്നെ നമ്മൾ ഓരോ വീടുകളിലും എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിലൂടെ തന്നെ ഓരോ ജനങ്ങളെയും നേരിട്ട് അറിയാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം ശബരിമല യുവതീ പ്രവേശനത്തിനെതിരെ ആചാര സംരക്ഷണത്തിനായിട്ട് നാമജപ യാത്രയിലും അയ്യപ്പ ജ്യോതിയിലും ഇവിടുത്തെ സമൂഹ വിശ്വാസികളുടെ കൂടെ അവരിലൊരാളായിട്ട് നേതൃത്വം നൽകി എനിക്ക് നിൽക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം തന്നെ എൻ്റെ വിജയത്തിന് കാരണമാകുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഈ വാർഡിലെ ഏത് വികസനത്തിലും ഒരു രാഷ്ട്രീയവും നോക്കാതെ നമ്മുടെ പ്രസ്ഥാനം എന്നും പ്രവർത്തിച്ചിട്ടുണ്ട്. കാഴ്ചപ്പാടുള്ള ഭരണം വാർഡിൽ നടക്കാത്തതുകൊണ്ട് മാത്രം വികസനം മുരടിച്ച ഒരു വാർഡാണിത്. അതുകൊണ്ട് തന്നെ ഒരു മാറ്റത്തിനായിട്ട് എനിക്ക് വേണ്ടി എല്ലാവരും വോട്ടുകൾ ചെയ്ത് എന്നെ വിജയിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു.
പ്രിയരെ, നമ്മുടെ സ്ഥാനാർത്ഥികൾ അവരുടെ നിലപാടുകൾ, കാഴ്ചപ്പാടുകൾ എന്നിവ പ്രേക്ഷകരോട് പങ്കുവച്ചത് നിങ്ങൾ കണ്ടല്ലോ. ഇതിലെ നെല്ലും പതിരും വേർതിരിച്ചെടുക്കേണ്ടത് പ്രേക്ഷകരായ നിങ്ങളാണ്. ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ഒരു പൗരൻ എന്ന നിലയ്ക്ക് നമ്മൾ നിരുത്തരവാദിത്വത്തോടെ പെരുമാറാൻ പാടില്ല. നിങ്ങൾക്ക് അവകാശപ്പെട്ട ഓരോ വോട്ടും വളരെയേറെ ഗൗരവത്തോടെ ചിന്തിച്ച് വിനിയോഗിക്കാനുള്ളതാണ്. പുതിയൊരു എപ്പിസോഡിൽ പുതിയ സ്ഥാനാർത്ഥികളും വാർഡുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ജ്ഞാനോദയം വായനശാല നാട്ടുപാലറ്റ് 2020 വേണ്ടി സ്വാതി ഹരിദാസ്. ഗുഡ് ബൈ.